നിലവിൽ വാഗമണ്ണിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴി, ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് വെച്ചാണ്. ഈരാറ്റുപേട്ട സ്ഥലത്ത് വെച്ച് എൻ്റെ വൈഫാണ് വണ്ടി ഓടിച്ചത്. ഈ വണ്ടിയാണ് ഓടിച്ചിരുന്നത്. ഈ വണ്ടിയുടെ ബാക്കിൽ വന്ന് മറ്റൊരു വണ്ടി ഇടിക്കുകയുണ്ടായി. ഇരിക്കാനുള്ള കാറെന്ന് വെച്ചാൽ ഒരു കൊച്ചു പിള്ളേർ, ഒരു 14 വയസ്സ് 15 വയസ്സുള്ള 2 പിള്ളേർ ഒരു ആക്റ്റീവായി ഹെൽമെറ്റ് വെക്കാതെ യാതൊരു സുരക്ഷയില്ലാതെ വണ്ടി ചവിട്ടി നിർത്തി വെട്ടിത്തിരിച്ചു. അവരെ ഇടിപ്പിക്കാതിരിക്കാൻ വേണ്ടി സഡൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നടന്നു. ആക്സിഡൻ്റായി വണ്ടി അവിടുന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം നമുക്ക് യാതൊരു പരീക്ഷയും കിട്ടാത്ത രീതിയിൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വന്നിട്ട് ഏതോ ഒരു, ഞാൻ പറഞ്ഞാലത് ക്ഷമിക്കണം എന്നോട്, മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞ് താക്കോൽ ഊരാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, കാരണം പോലീസ് വരട്ടെ, സ്റ്റേഷനിൽ നിന്ന് പറയും, ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് വണ്ടി എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അവരതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നോക്കിയാൽ നീ ആരാടാ എൻ്റെ ഫോട്ടോ എടുക്കുക, നീ ആരാ വീഡിയോ എടുക്കുക, ആ ഒരു ആർജവും തൻ്റെ ഇടവും. കാരണം നമുക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ പോലീസിൽ മാത്രമേ ഉള്ളൂ. ഈ പോലീസ് വരണ്ടേ? നമ്മൾ ഈ പിള്ളേർ ഓടിച്ചുകൊണ്ട് പോയ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ക്യാമറ ഉണ്ട്. അത് തെളിവായിട്ട് നാളെ കൊടുക്കുകയാണെങ്കിൽ എന്ത് മാർഗം എന്ന് വെച്ചാൽ ഈ തെളിവ് ഇതേ ഉള്ളൂ. കാരണം എനിക്കൊരു നുണ പറയാൻ പറ്റില്ല. കാരണം അത് തെളിയിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളോട് നിൽക്കണം. അപ്പോൾ അവരുടെ വണ്ടിയുടെ താക്കോൽ ഞാൻ ഊരി വെച്ചെന്നുള്ള കാര്യം ശരിയാണ്. എന്നെ തല്ലിയില്ലെന്നല്ലാതെ ബാക്കി എല്ലാ കാര്യവും മോശമായിട്ട് ബിഹേവ് ചെയ്ത് വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മോശ വാക്കുകൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വന്ന് മാറാൻ നോക്കുമ്പോൾ തന്നെ ഈ പിള്ളേരെ അവർ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി പിടിക്കുന്നു. ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം സേഫ് ആക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ മാത്രം, അതായത് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ എൻ്റെ തെറ്റ് പറയണം തരണം. ആ പിള്ളേരെ തെറ്റാണ് പിള്ളേരുടെ തെറ്റ്. അത് ചോദിക്കാൻ പിള്ളേരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. പിള്ളേരെ അവർ ഒഴിവാക്കി വിട്ടു. പോലീസ് വരുന്നതിന് വേണ്ടി പിള്ളേരെ ഒഴിവാക്കിട്ടു. പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴാണെങ്കിലും ഈ തദൈവ എന്ന് പറഞ്ഞ പോലെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഈ രീതിയിലൊക്കെ ഉള്ളൂ, ട്രീറ്റ് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പോലീസിന് പറയും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട സ്റ്റേഷൻ്റെ വാതിക്കലാണ്. ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂർ നേരമായി. 1 മണിക്കൂർ നേരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞാണ്. അവരെങ്ങനെ തർക്കപരിഹാരം നടത്തണമെങ്കിൽ ഇടിക്കുന്നതിന് മുമ്പുള്ളവൻ്റെ അവർ വന്നിട്ടില്ല. ബാക്കിൽ ഇടിച്ച വണ്ടിക്കാരനുണ്ട്, അദ്ദേഹത്തോട് ക്ലെയിം ചെയ്യാനും പറ്റുള്ളൂ. അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഇടിപ്പിച്ചേക്കുന്നത്. അദ്ദേഹം ഒരു പാവത്താനാണ്, അദ്ദേഹത്തിന് ഒരു ഡിസ്റ്റൻസിലേ ഇത് ഇടിക്കാൻ പറ്റുള്ളൂ. കാരണം 20-25 കിലോമീറ്ററിനകത്ത് സ്പീഡിനകത്ത് വരുന്ന വണ്ടി സ്വാഭാവികമായിട്ടും സഡൻ ബ്രേക്ക് ചെയ്താൽ മറ്റേ വണ്ടി ഇടിച്ചു പോകും. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്, നമുക്കിതറിയാം. കാരണം വണ്ടി ഇടിപ്പിച്ചവനല്ല ഞാൻ കുറ്റം പറഞ്ഞത്. ഈ ഫ്രണ്ടിൽ വന്ന വണ്ടിക്കാരനെ പറ്റി കൃത്യമായിട്ട്, ഈ പിള്ളേരെ സെറ്റിനെ പറ്റി കൃത്യമായിട്ട് റെക്കോർഡ് ഉണ്ടായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങളുണ്ടായിട്ടും യാതൊരു രീതിയിലുള്ള പരിഗണനയോ യാതൊരു രീതിയിലുള്ള മര്യാദയും തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അല്ല, നിങ്ങളുടെ അഭിപ്രായം പറയാമോ? ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് ഈ GD എൻട്രി ഇടാൻ പറഞ്ഞാൽ GD എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലെയിം ചെയ്യണം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ ഞാൻ ക്ലെയിം ചെയ്യണം. ഇങ്ങനത്തെ ചൂലാത്ത ഈ പിള്ളേർ വന്നിട്ട് നാളെ ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ അവന്മാർ കാണിച്ച് ചൂലാഴിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ട് തരാം. ഫേസ്ബുക്കിൽ ഇപ്പോൾ ലൈവ് ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വിട്ടു തരാം. കാരണം അതിൻ്റെ ഫ്രണ്ടും ബാക്കും ക്യാമറ ഉണ്ട്. ആ പിള്ളേർ വന്നതും ഇടിക്കുന്നതും പിള്ളേർ വന്ന് നിൽക്കുന്നതും പിള്ളേർ പോകുന്നതും പിള്ളേരിന് ശേഷം വന്നതും ഇവരെന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതെല്ലാം വീഡിയോ എൻ്റെ ഉണ്ട്. കാരണം ഇതൊക്കെ ന്യായീകരിക്കപ്പെടുന്നതാണോ? ഇത് നമ്മുടെ കേരളം തന്നെയാണോ? നമ്മൾ കേരളത്തിൽ എങ്ങോട്ടാണ് പോകുന്ന ചോദ്യത്തിന് മാർഗമുണ്ട്. ഇവിടെ മതസ്പർദ്ധയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ചില ആൾക്കാരുടെ ഉള്ളിലൊക്കെ തന്നെ ഒരു കാര്യത്തെ 14-15 വയസ്സുള്ള പിള്ളേർ 2 വീലറിനകത്ത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി വന്ന് റോങ് സൈഡിൽ ഓടിച്ച് വണ്ടി ആക്സിഡന്റ് ആയ ശേഷം അവരെ ഇടിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചതിൻ്റെ അകത്ത് ആ പിള്ളേർ പോലീസ് വന്നിട്ട് പോട്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു രീതിയിലുള്ള സഹായവും തരാതെ ഞങ്ങളിപ്പോഴത്തെ ഈ സമയം വരെ ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം മുഴുവൻ ഇവിടെ വഴി നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് നന്മ കിട്ടുമോ? ഞങ്ങൾക്ക് നിയമം കിട്ടുമോ? നീതി കിട്ടുമോ എന്ന് നിങ്ങൾ പറയുക. ഇത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്ലീസ് കമൻറ്റ്.